ഒരു മനുഷ്യൻ കടപ്പെട്ടവനായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യണം. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നാളെ അവന് എന്ത് സംഭവിക്കും എന്നവൻ അറിയില്ല. നാളെ അവൻ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയില്ല. നാളെ മരിച്ചു പോയാലോ വേഗം ചെയ്യും. അതുകൊണ്ട് നാം ഹജ്ജിന് നിർബന്ധമായവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇനി ഒരാൾ ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതനായി, പണമുണ്ട്, ആരോഗ്യമുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, പോയില്ല. മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യഹജ്ജ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ എല്ലാ നിലക്കും പടച്ച റബ്ബ് ഭക്ഷണവും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവൻ ഹജ്ജ് ചെയ്തില്ല. ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ വലാ നസ്റാനിയ. അവൻ യഹൂദിയായോ അതുപോലെ ജൂതനോ ക്രൈസ്തവനോ ആയി മരണപ്പെട്ടു പോയേക്കാം, ഈമാനില്ലാതെ മരിച്ചു പോയേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ ഞാൻ ഈമാനില്ലാതെ മരിച്ചു പോകും. അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം ആവർത്തിക്കുന്നു, ഹജ്ജ് നിർബന്ധമാകാൻ ഇസ്ലാം, ബുലൂഗ്, അഖ്ല്, ഹുർരിയത്ത്, ഇസ്തിത്വാഅത്ത്, ഈ 5 കാര്യങ്ങളാണ് ഞാൻ വിവരിച്ചത്. ഇസ്ലാം, ബുലൂഗ്, മുസ്ലിമാകണം, ബുലൂഗ് ആകണം, അഖ്ല് വേണം, ഹുർരിയത്ത് സ്വതന്ത്രനാകണം, ഇസ്തിത്വാഅത്താണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കുന്നില്ല. അത് സംബന്ധമായി എന്ത് സംശയമുണ്ടെങ്കിലും എഴുതി കൊടുത്താൽ മറുപടി പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. ഇനി ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ വിശദീകരിച്ച് പറയുന്നില്ലെങ്കിലും ഇമാം നവവി തങ്ങൾ ഈദാഹിൽ പറഞ്ഞ അദബുകൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ അദബുകൾ ഓരോന്നായി ചുരുക്കി ചുരുക്കി പറയും. ഒന്നാമതായി ഹജ്ജിന് ഉദ്ദേശിച്ച ആൾ കൂടിയാലോചന നടത്തണം. അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്, പിന്നെ പറയണം. എന്തുകൊണ്ട്? ഹജ്ജിന്റെ മുഖാദ്യമാത്തിൽ മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം, അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി തങ്ങൾ, ഇതുപോലുള്ള മഹാരഥന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച അദബുകൾ. ഈ അദബുകളിൽ ഹജ്ജ് മാത്രമല്ല, നമ്മൾ ഒരു യാത്ര പുറപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു, എന്ത് തുടങ്ങുമ്പോഴും ഇതൊക്കെ വേണം. മനുഷ്യ ജീവിതത്തിൽ മൊത്തം പുലർത്തേണ്ട കാര്യമാണ്. എന്ത് നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കൂടിയാലോചന നടത്തുക. അപ്പൊ ഒന്നാമത്തേത് കൂടിയാലോചന, രണ്ടാമത്തേത് ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്ത് എന്ന് പറയുമ്പോൾ ഖൈറിനെ തേടുന്ന നമസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രവർത്തനത്തിന്റെ അനന്തരഫലത്തെക്കുറിച്ച് പടച്ചവനോടൊന്ന് ചോദിക്കുക, പടച്ചവനൊരു ബോധനം ആദ്യം മനസ്സിൽ നൽകും. ഇത് രണ്ടും സംബന്ധമായി ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ഖാബ മൻ ഇസ്തഖാറ വലാ നദിമ മൻ ഇസ്തശാറ. ഇതാ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മഹാൻ. ഇസ്തിഖാറത്ത് ഒരാൾ നടത്തിയാൽ അവൻ ഒരിക്കലും നട്ടത്തിലാവില്ല. മൻ ഇസ്തശാറ, മുഷാവറ നല്ല. ആരോടാ മുഷാവറ നടത്തേണ്ടത്? നമ്മുടെ പള്ളിയിലെ ഉസ്താദുണ്ടാവും, ഹജ്ജിന് പോയി പരിചയമുള്ള കാരണവന്മാരുണ്ടാവും. നമ്മളെക്കാൾ ഈ കാര്യത്തിൽ ബോധമുള്ള ആളുകളെ കണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായി മുഷാവറ ചെയ്യുമ്പോൾ കുറെ ഇൽമു കിട്ടും. അവൻ മറ്റവരോട് ഇൽമു നേടാനുള്ള ഒരു തവാദുവും വരും. ഹജ്ജിന് പോകാൻ അവൻ യോഗ്യനാവും. രണ്ടാമത്തേത് ഇസ്തിഖാറത്ത്, ഖൈറിനെ തേടുന്ന നിസ്കാരം. ഖൈറിനെ തേടുന്ന നമസ്കാരം എങ്ങനെയാണ്? സാധാരണ നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം പോലെ 2 റക്അത്ത് നിസ്കാരം. അതിന്റെ രൂപം ലളിതമായി പറയാം. സാധാരണ 2 റക്അത്ത് നിസ്കാരം. ഇനി വേറെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യുക, ഞാൻ ഖൈറിനെ തേടുന്ന നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു, മതി. ഉസല്ലി സുന്നത റക്അത്തിൽ ഇസ്തിഖാറത്തി ലില്ലാഹി തആല. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് പടച്ചവന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ തന്നെ നിയ്യത്ത് ചെയ്താൽ മതി, ഞാൻ ഖൈറിനെ തേടുന്ന 2 റക്അത്ത് നമസ്കരിക്കുന്നു. അത് ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്തു. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറ ഓതിക്കഴിഞ്ഞ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ഓതുക. റുകൂഉം സുജൂദും കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം നൃത്തത്തിൽ ഫാത്തിഹ നിർവഹിച്ച ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു ഓതുക. 2 കാര്യമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നിയ്യത്ത് വെക്കൽ അഥവാ ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ സാധാരണ ഒരു നിസ്കാരം. ഒരാളും ഇതിൽ ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഹജ്ജിൽ ഒരുപാട് നമസ്കാരങ്ങൾ ഇനി വരാൻ പോകുന്നു. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത്,
തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത്. ഈ സുന്നത്തുകളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 2 റക്അത്ത് സാധാ നമസ്കാരം. 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് പതിക്കുക. എല്ലാ നിസ്കാരത്തിലും ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫിന്റെ 2 റക്അത്തിലും ഇഹ്റാമിന്റെ 2 റക്അത്തിലും യാത്രയുടെ 2 റക്അത്ത് സുന്നത്തിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്തിഖാറത്തിന്റെ 2 റക്അത്തിലും ഒക്കെ പ്രധാനമായി ചെയ്യേണ്ട 2 സൂറകൾ ഇതാ. 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ പ്രത്യേകമായ ഒരു ദുആ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ ദുആ? നിങ്ങളുടെ കയ്യിലുള്ള മനാസിക്കിലുണ്ടാകും, ഇല്ലെങ്കിൽ ഒരു ദിക്റിന്റെ പുസ്തകം നിങ്ങൾ വാങ്ങണം. അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഇനി ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഫഇന്നക തഖ്ദിറു ലാ അഖ്ദിറു വതഅലമു വലാ അഅലം وأنت علام الغيوب اللهم إن كنت تعلم أن ذهابي إلى الحج في هذا العام خير لي في ديني ودنياي ومعاشي وعاقبة أمري وعاجله وآجله فاقدره لي ويسره لي ثم بارك لي فيه اللهم وإن كنت تعلم أنه شر لي في ديني ودنياي ومعاشي وعاقبة أمري وعاجله وآجله فاصرفه عني واقدره لي الخير حيث كان ثم ربني به. ഈ ദുആ ചെയ്യാം. ഈ ദുആന്റെ മൊത്തം സാരാംശം, പഠിച്ചവനെ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വർഷം ചെയ്യൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യൽ എനിക്ക് ഖൈറാണെങ്കിൽ ആ വഴിക്ക് എന്നെ തിരിക്ക്, അതല്ലെങ്കിൽ അതിൽ നിന്ന് നീ എന്നെ തിരിക്ക്. ഈ ഒരു ചോദ്യമാണ് ഇതിലൂടെ ചോദിക്കുന്നത്. അതിന്റെ ആശയ അർത്ഥം അതാ. വിശദീകരിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ല, സമയക്കുറവും നമുക്കുണ്ടല്ലോ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കാണ്, പഠിച്ചവനെ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഖൈറുണ്ടെങ്കിൽ എനിക്ക് നീ അറിയിച്ചുകൊണ്ട്, അതല്ല അതിൽ ശർറാണെങ്കിൽ നീ എന്നെ തൽക്കാലം അതിൽ ഇപ്പോൾ മാറ്റി. ഞാൻ എവിടെ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് ഖൈറ് നീ കൊണ്ട റബ്ബേ. ഇതാണ് ആ ചോദ്യം. പക്ഷെ ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് പച്ചമലയാളത്തിൽ ചോദിച്ചാലും മതി. പക്ഷെ ചില കാര്യങ്ങളിൽ പ്രത്യേകം നമ്മൾ ഇത്തിബാ അഥവാ പ്രവാചകരെ പിൻപറ്റൽ ഗൗരവത്തോടെ തന്നെ കാണണം. ഇത്തിബായിനൊരു പ്രത്യേകത, റസൂലുള്ള ചെയ്തത് റസൂലുള്ള പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴേ പൂർണ്ണമായ കാര്യം കിട്ടും. ഇതിപ്പോ നമ്മൾ പടച്ചവനായിട്ടുള്ള കൂടിയാലോചന. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളോട് മുഷാവറ ചെയ്യുമ്പോൾ പടച്ചവനോട് ചോദിക്കണം, റബ്ബേ ഞാൻ എന്താ ചെയ്യണ്ടോ. ഇതിൽ റസൂലുള്ള അവലംബിച്ചൊരു ദുആണ്. ആ ദുആക്ക് ഒരു പ്രത്യേകത, ചില ദുആകളും ചില ദിക്റുകളൊക്കെ ഈ കീ പോലെ, ചാവി പോലെ, താക്കോലിന്റെ പല്ലുകൾ കൃത്യമായി ഇട്ടെങ്കിലേ പൂട്ട് തുറക്കും. ഒരു പല്ല് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒരു പല്ല് കൂടെ ചെയ്താൽ ആ പൂട്ട് തുറക്കൂല എന്നതുപോലെ ചില ദുആ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഇത്തിബാ അനുസരിച്ച് ഓതിയ പഠിച്ചോൻ നമുക്കാണ് അറിയിച്ച്. ചിലപ്പോ അതിന്റെ മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ അത്ര കിട്ടിക്കോളുന്ന ചില ദുആ അല്ലെ എപ്പോഴും വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. ഞാനതിൽ ഇടപെടുന്നില്ല. എന്തായാലും താക്കോലിന്റെ പല്ല് കഴിച്ചാൽ തുറക്കൂല എന്നുള്ള അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലോ. അത് മാത്രം മതി ആ കാര്യം. അപ്പൊ അത് മനസ്സിലാക്കി ഇത്തിബാഹിന് വേണ്ടി റസൂൽ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഉള്ളത് അനുബന്ധം. ഈ നിസ്കാരം കറാഹത്തു തഹരീമായ സന്ദർഭത്തിൽ നിർവഹിച്ചുകൂടാ. നിസ്കാരം കറാഹത്തു തഹരീമായ ചില സമയം, കറാഹത്തു തഹരീമായ സമയം അഥവാ നിസ്കരിക്കാൻ പറ്റാത്ത സമയം, സുബഹി നിസ്കരിച്ച് സൂര്യോദയം വരെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ, ഉദയം മുതൽ 7 മുഴം സൂര്യൻ ഉയർന്നിട്ടേ പറ്റൂ. 7 മുഴം സൂര്യൻ ഉയർന്നവരെ നിസ്കാരം പറ്റൂല. വെള്ളിയാഴ്ച ഒഴികെ നട്ടു സമയത്ത് നിസ്കാരം പറ്റൂല. അസർ നമസ്കാരത്തിന്റെ ശേഷം പറ്റില്ല. സൂര്യൻ മഞ്ഞ നിറമായാൽ പറ്റില്ല. എന്താ ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത? ഈ നിസ്കാരത്തിന്റെ കാരണം ശേഷം വരുന്നു എന്നതാണ്. കാരണം ശേഷം വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നമ്മൾ കടന്ന സുന്നത്ത് നിസ്കാരം എന്താ കാരണം? പള്ളിയിൽ നമ്മൾ കടന്നു, സംഭവം കഴിഞ്ഞു, അതിനു വേണ്ടിയുള്ള നിസ്കാരമാണ് തഹിയ്യത്ത്. ഇത് നമ്മൾ യാത്ര പോവുകയാണ്, യാത്രയുടെ നിസ്കാരം പോലെ ഇസ്തിഖാറത്ത് പോലുള്ള നിസ്കാരം കാരണം പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ വരാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന നമസ്കാരം കറാഹത്തു തഹരീമായ സമയത്ത് പറ്റില്ല.